ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഇത് സബ്ജ സീഡ്സും തേങ്ങാപ്പാലും തേനും ഒക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയേറെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 1.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുണ്ടായിരിക്കണം ഈ തേങ്ങാപ്പാലിന്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് ചേർക്കാം. ചിയ സീഡ്സാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതും ചേർക്കാം. ചിയ സീഡ്സ് ആകുമ്പോൾ ഇത് പൊങ്ങി വരാൻ വേണ്ടി അല്പം കൂടുതൽ സമയമെടുക്കും. സബ്ജ സീഡ്സ് ആകുമ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി പൊങ്ങി വരും. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വീർത്ത് വന്നോളും. ഇതിവിടെ അടച്ചു വെക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. സീഡ്സൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. എല്ലാം വീർത്ത് ഇതുപോലെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മുകളിലേക്ക് പൊങ്ങി നിൽക്കുകയാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേൻ ചേർക്കാം. കാൽ ടീസ്പൂൺ സിനമൺ പൗഡർ അഥവാ പട്ട പൊടിച്ചത് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസും ചേർക്കാം. ഇത് മധുരത്തിന് വേണ്ടി മിൽക്ക് മെയ്ഡിന് പകരം തേൻ മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. തേൻ്റെ അളവ് കൂട്ടിയിട്ട് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇതിനെ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ ഒരു 6-7 മണിക്കൂർ വരെ തണുക്കാൻ വെക്കണം. അത് തണുക്കുമ്പോഴേക്ക് നമുക്ക് നട്ട്സ് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 10-12 അണ്ടിപ്പരിപ്പ്, ഒരു 10 കടല, 10 ബദാം, 5 വാൾനട്ട്സ് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പാക്കറ്റിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്യാം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബാഗിലിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് പൊടിക്കുകയാണെങ്കിൽ അത് വല്ലാണ്ട് പൊടിയായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ക്രഷ് ചെയ്യുന്നത്. ഇതിവിടെ മാറ്റി വെക്കാം. ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ വിരിച്ച് റെഡിയാക്കി വെക്കാം. നമ്മുടെ നട്ട്സ് കാരമലൈസ് ആയി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇടാനുള്ളതാണ്. ഒരു സോസ് പാനിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് മെൽറ്റാവാൻ വെക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് മെൽറ്റ് ചെയ്യാൻ. പഞ്ചസാര ഇവിടെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ഗോൾഡൻ കളറാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് നട്ട്സ് ആഡ് ചെയ്യാം. കൂടുതൽ ബ്രൗൺ ആവാൻ നിൽക്കണ്ട, അപ്പോൾ അതിനൊരു കരിഞ്ഞ സ്മെല്ല് വരും. ഇതിവിടെ നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നട്ട്സ് ആഡ് ചെയ്യാം. അടുപ്പത്ത് തന്നെ വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നട്ട്സ് മിക്സ് ആവുന്നത് വരെ ഒന്നുകൂടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് അലൂമിനിയം ഫോയിലിലേക്ക് ഇത് മാറ്റാം. ഇതൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ നന്നായി തണുക്കും. ആ സമയത്ത് ഇത് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കേണ്ടതാണ്. ഇതിവിടെ ഇതുപോലെ നിരത്തി കൊടുത്ത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി പൊട്ടിച്ചെടുത്ത് നേരത്തെ ചെയ്തതുപോലെ ഒന്നുകൂടി നുറുക്കിയെടുക്കണം. അതിനുവേണ്ടി വീണ്ടും ഒരു പ്ലാസ്റ്റിക് ബാഗിലിട്ട് ഇതൊന്ന് നുറുക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ച തേങ്ങാപ്പാൽ മിശ്രിതം നന്നായി തണുത്തിട്ടുണ്ട്. എല്ലാം നല്ലോണം മിക്സായി നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നട്ട്സും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ അല്പം മിക്സഡ് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ ആപ്പിൾ, ബനാന, മാങ്ങ, പൈനാപ്പിൾ, പപ്പായ ഇങ്ങനെ ഒരു 5-6 വീതം ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഫ്രൂട്ട് സലാഡ് സെറ്റ് ചെയ്യാം. ഇതുപോലെ 3 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് ഓരോ സ്പൂൺ തേങ്ങാപ്പാൽ മിശ്രിതം ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഓരോ സ്പൂൺ ഫ്രൂട്ട്സും ഇതിലേക്ക് ഇടാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സെറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലെ ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഓരോ ചെറിയ സ്പൂൺ നട്ട്സ് ഇടാം.
വീണ്ടും തേങ്ങാപ്പാൽ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ വീണ്ടും ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും അല്പം നട്ട്സ് ഇടാം. ഈ തേങ്ങാപ്പാൽ മിശ്രിതം പട്ടപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് വളരെ ടേസ്റ്റാണ്. പശുവും പാലിനേക്കാളും നമുക്ക് ഫ്രൂട്ട് സലാഡിന് എപ്പോഴും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ തേങ്ങാപ്പാൽ ചെയ്യുമ്പോഴാണ്. മാത്രമല്ല ആരോഗ്യപരമായിട്ടും തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ തേങ്ങാപ്പാൽ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വന്ന ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. വീണ്ടും നട്ട്സ് ഇടാം. ഇനി ഇത് കുറച്ച് കട്ട് ചെയ്ത ഫ്രൂട്ട്സും ചെറിയും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട് സലാഡാണിത്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഫ്രൂട്ട് സലാഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.